ഇപ്പോഴത്തെ ഡ്യൂട്ടികളൊക്കെ തുടങ്ങിയിട്ട് അമ്പലത്തിൽ പോക്കും നടപ്പൊക്കെ ഉണ്ട് രാവിലെയുള്ള ജോലി. അപ്പോൾ അങ്ങനെ നടന്നിരുന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയിട്ട് അപ്പോൾ ഭയങ്കര ഇരുട്ടായി. ഒരു 5:45 ആയതേ. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വേഗം കയറി പോന്നു. അപ്പോൾ സരിത വീട്ടിലോട്ട് പോയി, ഞാനിങ്ങോട്ട് വന്ന് ഞാൻ ആ വെള്ളമൊക്കെ എടുത്ത് ഓടിക്കുകയാണ്. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ ഡ്യൂട്ടികളാണ്. അപ്പോൾ പിള്ളേരും വന്നിട്ടുണ്ട് അടുക്കളയിലോട്ട്. അപ്പോൾ ആദ്യം മുട്ടയുണ്ട് വെച്ചാൽ അടുപ്പത്ത്. അപ്പോൾ ഇന്ന് അപ്പവും മുട്ടക്കറിയാണ്. കുറേ ദിവസമായിട്ട് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ എല്ലാവരും വെജിറ്റേറിയൻ ആയിരുന്നു, അതുകൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കാറില്ല. അപ്പത്തിന് മിക്കപ്പോഴും സ്റ്റൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ് പതിവ്. അപ്പോൾ അപ്പത്തിനുള്ള സവാളയൊക്കെ വാട്ടണം അടുപ്പത്തൊക്കെ ഇട്ടുകൊണ്ട് ഇനി അതൊക്കെ വാടി വന്ന നേരത്തെ ചീരത്തോരൻ ഉണ്ടാക്കണം, പിന്നെ രസം ഉണ്ടാക്കണം. പിന്നെ ഇവിടെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ. അപ്പോൾ എൻ്റെ ഡ്യൂട്ടികളെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി കഴിഞ്ഞിട്ട് ഉടനെ ജനലൊക്കെ തുറന്നിട്ട് കർട്ടനൊക്കെ മാറ്റില്ല. അപ്പോൾ നല്ല വെളിച്ചം നമ്മുടെ അകത്തോട്ട് വരും. ഞങ്ങളുടെ നേരെ ആയതുകൊണ്ട് അടുക്കളയിൽ വരെ നല്ല സൂര്യപ്രകാശം വരും. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് അപ്പത്തിൻ്റെ മാവ് പൊങ്ങിയ പാത്രം നോക്കിക്കണ്ടേ. എന്താണെന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രിയിൽ അരി എപ്പോഴും അരക്കാറ് പതിവ് വെള്ളത്തിയിട്ട് വെച്ചിട്ട് വെളുപ്പിന് 4 മണിയായപ്പോൾ അരച്ച് വെച്ചായിരുന്നു. അരച്ച് വെച്ചപ്പോഴത്തേക്കും അത് മൊത്തം പൊങ്ങിപ്പോന്നു. കുറച്ച് ഈസ്റ്റ് കൂടി പോയാന്ന് തോന്നുന്നു. നന്നായിട്ട് പൊങ്ങി. നല്ല സൂപ്പർ അപ്പം ഉണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല അപ്പം ഉണ്ടാക്കിയത്. ആദ്യം 2 ഉണ്ടാക്കി വെച്ച് ഞാൻ എങ്ങനെയുണ്ടെന്ന് അറിയാമെന്നോർത്ത്. ഇപ്പോൾ ചോറൊക്കെ ചരിച്ചൊക്കെ ഇട്ടുണ്ട്. ഇനിയുള്ള ജോലികളൊക്കെ ധൃതിയുണ്ട്. ഇനി 8 മണിയാകുമ്പോൾ ഇവിടെ ഭയങ്കര ധൃതിയായിരിക്കും. എല്ലാവർക്കും പോകാനുള്ള സമയമൊക്കെ ആയില്ല. അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കണേന് ഇടയ്ക്ക് രസം ഉണ്ടാക്കിയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് മീനൊക്കെ മേടിച്ചൊന്നുണ്ട്, കേര മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ അത് ഉച്ചക്കത്തൊക്കെ റെഡിയാക്കണം. അപ്പോൾ അപ്പം വേഗം ചുട്ട് കൊടുക്കുക ഓരോരുത്തർക്ക് വരുമ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് 5 ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചുകൂടുന്ന ഒരു വിഷ്ടാങ് മേടിച്ചേക്കണം. അത് എഴുന്നേറ്റ് വരി അതിൽ നോക്കി കുറേ മീനിനെ നോക്കിയിരിപ്പുണ്ട് അവൻ്റെ ജോലി. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് 5 റെഡിയായി, 5 പോകാൻ ഇറങ്ങി. ഇനി എനിക്ക് കറികളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കേര മേടിച്ചേക്കണത് ഉച്ചക്കത്തൊക്കെയുള്ള കറിയൊക്കെ റെഡിയാക്കണം. അതൊക്കെ ഇനി അടുത്ത ഡ്യൂട്ടികളെല്ലാവരും പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തോളം ഇഷ്ടമായി എല്ലാവരും